നമ്മൾ പെമ്പിള്ളേര് കല്യാണം കഴിഞ്ഞ് വെക്കുന്ന ഫസ്റ്റ് ഡിഷ് എപ്പോഴും ഒരു ടാസ്ക് ആയിരിക്കില്ലേ. ഒരു സൈഡിൽ എല്ലാവരും ഇമ്പ്രസ് ചെയ്യാനുള്ള തത്രപ്പാടും, മറു സൈഡിൽ ആദ്യമായിട്ട് വെക്കുന്നതിൻ്റെ ടെൻഷൻ. അങ്ങനെ കഷ്ടപ്പെട്ട് കാണാപ്പാടം പഠിച്ചും യൂട്യൂബ് നോക്കിയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടി വെക്കുമ്പോഴോ അത് ഫ്ലോപ്പ് ആവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ എനിക്ക് പണി തന്ന ഒരാളാണ് ഈ സാമ്പാർ. കഥ അവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ 3/4 ഗ്ലാസ് തുവരപ്പരിപ്പും 1 തക്കാളിയും കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുക. നമ്മുടെ ഈ സാമ്പാർ വറുത്തരച്ച സാമ്പാറാണ്. ഇനി വേണ്ടത് 2 പിടി തേങ്ങ, 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 2 വറ്റൽമുളക്, 2 ചെറിയ ഉള്ളി, ചെറിയൊരു കഷ്ണം കായം, പിന്നെ കറിവേപ്പില. ചെറിയ ഉള്ളി ഇതുപോലെ 2-3 കഷ്ണങ്ങളാക്കുക. ഇനി വേണ്ടത് സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതോ ഇതിൽ കൂടുതലോ കഷ്ണങ്ങൾ ഇടാം. ആദ്യം കാണിച്ച കഷ്ണങ്ങൾ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടാണ് തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഇടുക. ഇനി വേണ്ടത് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയാണ്. ആകെ മൊത്തം ഇത്രയും സംഭവങ്ങളാണ് നമ്മളുടെ വറുത്തരച്ച സാമ്പാറിലേക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. സപ്പോർട്ടിങ് ഇൻഗ്രീഡിയൻസ് പിന്നാലെ വരും. പരിപ്പിൽ നിന്ന് കുറച്ച് പരിപ്പ് നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഒന്നോടെ വേവിക്കുക. കഷ്ണങ്ങൾ വേവുന്ന വരെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വിസിലടിപ്പിക്കുന്നില്ല. അധികം സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു വിസിലടിച്ചിട്ട് ഓപ്പൺ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ വേവുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ നമ്മൾ കുറച്ചുകൂടെ വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കുക. നേരത്തെ നമ്മൾ പരിപ്പ് വേവാനുള്ള വെള്ളം മാത്രമാണ് ഒഴിച്ചത്. ശേഷം ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിടുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയും കൂട്ടരയും ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് വീണ്ടും റോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഈ ഇളക്ക് പരിപാടി തുടരണം. ആദ്യമായിട്ട് സാമ്പാർ വെച്ചപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തലേദിവസം ഞാൻ മേമേനെ വീഡിയോ കോള് വിളിച്ച് കഷ്ണങ്ങളുടെ സൈസും വലിപ്പവും ഒക്കെ കാണിച്ചു കൊടുത്തത്. അന്നൊക്കെ ഫുൾ കോൺസെൻട്രേഷനും ഡെഡിക്കേഷനൊക്കെ ആയിരുന്നു ഓരോ ഡിഷിനും കൊടുത്തോണ്ടിരുന്നത്. ആദ്യമായിട്ട് വെക്കുന്നു, എല്ലാവരെയും ഇംപ്രസ് ചെയ്യണം, എല്ലാവരും നല്ലത് പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ തത്രപ്പാടുകളൊക്കെ. ഇതിനിടയ്ക്ക് തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആയപ്പോൾ പൊടികളെല്ലാം ചേർത്ത് ഈ ഒരു പരുവം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി അധികം വേവില്ലാത്ത നമ്മുടെ വെണ്ടക്കേനെയും തക്കാളിനെയും വഴുതനങ്ങയിലും ചേർക്കാം. കൂടെ നേരത്തെ മാറ്റി വെച്ച വെന്ത പരിപ്പും തക്കാളിയും. ഇങ്ങനെ മാറ്റി വെക്കണം എന്നൊന്നും നിർബന്ധമില്ല, പക്ഷെ പരിപ്പൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേ. ഇനി പുളി പിഴിഞ്ഞ് ഒഴിക്കാം. അതിനുശേഷം നല്ലോണം ഇളക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടല്ലോ ഇത് എന്നൊന്നും വിചാരിക്കല്ലേ. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണിത്. നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങയിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് നല്ലോണം മഷി പോലെ അരച്ചതിന് ശേഷം ഈ സാമ്പാർ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറുന്ന വരെ വേവാനായിട്ട് അനുവദിക്കുക. ഇനി താളിക്കൽ പരിപാടിയാണ്. ഇത്ര ഐറ്റങ്ങളാണ് താളിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. തക്കാളി ഇതുപോലെ വഴറ്റി ചേർത്ത സാമ്പാറിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി കാണാപ്പാടം പഠിച്ചു വെച്ച അന്നത്തെ ആ സാമ്പാറിൽ എന്തുകൊണ്ട് കയ്പ്പ് രസം വന്നു എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. കുക്കിങ്ങിൽ ABCD അറിയാതിരുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ഡൗട്ട് ചോദിച്ചത് കുക്കിങ്ങിനെ പറ്റി അന്നും ഇന്നും വലിയ പിടിയില്ലാത്ത എൻ്റെ ഹസ്ബൻഡിനോടായിരുന്നു. ഫുൾ കോൺഫിഡൻസോടെ ആള് പറഞ്ഞു, പഞ്ചസാര ഇട്ടാൽ മതി, കയ്പ്പ് മാറിക്കോളും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനും കോരിയിട്ടു. ചുരുക്കി പറഞ്ഞ സാമ്പാർ കൊളായി. വർഷങ്ങൾക്ക് ഇപ്പുറം സാമ്പാർ വെക്കാൻ ഞാനിപ്പോൾ ഒരു പ്രോ ആയിട്ടുണ്ട്. ഈ ഓണത്തിന് ഈ വറുത്തരച്ച സാമ്പാർ വെച്ച് നോക്കിക്കോ, അടിപൊളിയായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ശരി.